ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഒരു പെൻപാൽ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം അൺബോക്സിങ് ചെയ്യാം. ഭയങ്കര എക്സൈറ്റഡിലാണ് കേട്ടോ. ഇതെനിക്ക് സെൻഡാക്കി തന്നിട്ടുള്ളത് റിജു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ റിസ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ആ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ ആ ഒരു ചാനൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അൺബോക്സിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ത്വരയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അൺബോക്സിങ് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കണ്ടത് ഇതുപോലെ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാമ്പായിരുന്നു. പിന്നെ ഒരു അടിപൊളി ലെറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതുപോലത്തെ എൻവലപ്പിലൊക്കെ സെറ്റാക്കിയിട്ടാണ് ആൾ സെൻഡാക്കി തന്നിട്ടുള്ളത്. ഇത് പേഴ്സണൽ ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ അത്രക്കൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള ഈ ഒരു കവായി സ്റ്റിക്കർ ഇതിൻ്റെ വിഷ് ലിസ്റ്റിലുള്ള സാധനം കൂടി ആയിരുന്നു കേട്ടോ. സാധനം കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി. പിന്നെ ക്വസ്റ്റ്യൻസ്, കുറച്ച് സ്കുഷീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രെയിം ഉണ്ടായിരുന്നു. പിന്നെയും കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയും ഇതുപോലത്തെ ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഈ 2 ക്യൂട്ടായിട്ടുള്ള ബോക്സ് ഉണ്ടായിരുന്നു. അതിലത്തെ ഈ ഒരു ഫസ്റ്റ് ബോക്സ് നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യാം. മറ്റത് നമുക്ക് ലാസ്റ്റ് അൺബോക്സിങ് ചെയ്യാം. ഇത് ഫസ്റ്റ് തന്നെ ഞാൻ അൺബോക്സിങ് ചെയ്തപ്പോൾ തന്നെ ഒരു ഹൈലൈറ്റർ, ഒരു ക്യൂട്ട് ക്ലിപ്പ്, ഫേക്ക് മണീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയുന്ന സാധനം നമ്മുടെ പേപ്പർ സോപ്പ്. പിന്നെ ഒരു ക്യൂട്ട് ഡയറി ഉണ്ടായിരുന്നു. ഒരു യൂണിക്കോണിൻ്റെ തീമിലായിരുന്നു കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് പേജ് നല്ല സ്ക്വിഷി പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പെൻപാല ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് എനിക്ക് ഇതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. റിസപ്പ് ഈ വീഡിയോ കാണുന്നുണ്ടാവും. എനിക്ക് ഈ ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോട്ടിലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിലുണ്ടായിരുന്നു. പിന്നെയും ചോക്ലേറ്റ്, കളർ പേപ്പേഴ്സ്, ഫ്രെയിം, പിന്നെ ഉണ്ടായിരുന്നത് നല്ല അടിപൊളി ക്യൂട്ട് ബുക്ക്, ഇതുപോലത്തെ പാറ്റേൺ പേപ്പേഴ്സ്, ഒരു ക്യൂട്ടായിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പറയുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് കണ്ട് അറിയണതാണ് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഒരു സ്റ്റോണിൻ്റെ ബാൻഡുകൾ, നെയിം സ്ലിപ്സ്, കുറേ പാറ്റേൺ പേപ്പേഴ്സ്. അതിൽ എൻ്റെയും എൻ്റെ അനത്തിൻ്റെയും പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ മിനി നോട്ട്ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കണ്ണൊക്കെ അവൾ തന്നിട്ടുള്ള നോട്ട്ബുക്സാണ്. ഇനി വരുന്നത് വാഷി ടേപ്സിൻ്റെ പൂരാണ് കേട്ടോ. ഇത് ഫുൾ അവൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഇയറിങ്ങും കുറച്ച് ബുക്ക് മാർക്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഇതാ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഇതിൽ എന്തുണ്ടാവും എന്നുള്ള എക്സൈറ്റഡ് ഇല്ല. അത് തുറക്കാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ തുറന്നതിന് ശേഷമാണ് ഇത് കാണുന്നത്. ഇതൊരു ഫേക്ക് മണിയാണ്. നേരത്തെ പോലെ തന്നെ ഇതിൽ 10 രൂപയുടെ 20 രൂപയുടെ നോട്ടായിട്ടുള്ളത്. പിന്നെ ആരെങ്കിലും നമ്മളെ ചാനൽ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഉണ്ടായിരുന്നിട്ടുള്ളത് ഈ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആയിരുന്നു കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ അവളെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ബിസിനസ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇതുപോലത്തെ നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ ബിസിനസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. നിങ്ങളൊക്കെ കമൻറ്റ് ഇട്ട് ഒളിവാക്കിയാലോ.